ഹലോ. ഇന്ന് നമുക്ക് കത്താൻ സിൽക്ക് സാരീസിന്റെ ഒരു സെമി വേർഷൻ കാണാം. നമുക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ് ഈ സാരീസ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ ഫുൾ വർക്ക് ആണല്ലോ. കത്താൻ സിൽക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയാ, പണ്ട് ഇതൊരു മുഗൾ എംപയേഴ്സിലുണ്ടായിരുന്ന വിമൻ ഉടുത്തിരുന്ന ഒരു ഫാബ്രിക് ആണ് ഈ കത്താൻ എന്ന് പറയുന്നത്. അപ്പോ അതിനൊരു എന്താ പറയാ, ഒരു ആഢ്യത്യമുള്ള ഒരു ഫാബ്രിക്കും കൂടെയാണ്. സോ നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിലിംഗ് കാണാം. ഇത് നമുക്ക് പല ഡിസൈൻസിലുണ്ട്. ഇപ്പൊ ഇതിൽ വന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഫ്ലോറിലോ വലിയ ഡിസൈൻസ് ഒന്നുമല്ല, ചെറിയ ചെറിയ ഡിസൈൻസ് ആകുമ്പോൾ തന്നെ നമുക്കൊരു ഒതുക്കുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഈ ഫാബ്രിക്കിൽ മൊത്തം വന്നേക്കുന്നത്. ഈ സാരി ഫുൾ ആയിട്ടുള്ള ഒരു ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടി ഉണ്ട്, അതും കൂടെ ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം. ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് ഇതേപോലെ പ്ലെയിൻ ആയിരിക്കും. ഇതൊരു വൈൻ ഷെയ്ഡ് ആണ്. അപ്പൊ നമുക്ക് ഈ പ്ലെയിൻ ബ്ലൗസ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് കളേഴ്സ് ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടോ, മുന്താണിയാണ്. മുന്താണിയിലുള്ള വർക്ക് എന്ന് പറയുന്നതും നല്ലൊരു ഹെവി ആയിട്ടുള്ള വർക്കാണ്, പക്ഷെ ചെറിയ ഡിസൈൻസ് ആണ്. നമുക്കൊരു ഹിസ്റ്റോറിക്കൽ ടച്ച് തോന്നും ഈ സാരി, ഈ ഒരു ഫാബ്രിക് കാണുമ്പോൾ തന്നെ. അപ്പൊ ഇതൊരു വൈൻ ഷെയ്ഡ് ആയിരുന്നു ഞാൻ കാണിച്ചത്. കണ്ടോ, ഇത് ബ്രൊക്കേഡ് അല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇത് നമുക്ക് ബ്ലൗസ് നോക്കുമ്പോൾ കാണാം. കണ്ടോ, സെമി വേർഷൻ ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 1725 ആണ്. 1725 രൂപയാണ് ഇതിന്റെ പ്രൈസ്. അടുത്ത കളേഴ്സ് ഒക്കെ നമുക്ക് കാണാം. കണ്ടോ, ഇത് വന്നിട്ട് നല്ലൊരു ബ്ലൂ, സിയാൻ ബ്ലൂ നമുക്ക് പറയാൻ പറ്റില്ല, ഒരു പീകോക്ക് വേർഷൻ അങ്ങനെയൊക്കെ പറയാം. കണ്ടോ, ആൻഡ് നല്ല റെഡ് ആണ് വന്നിരിക്കുന്നത്. ഒരു ബ്രൈറ്റ്, ഒരു ചില്ലി വേർഷൻ ആയിട്ടുള്ള ഒരു റെഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രൈറ്റ്നസ് ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇതൊരു ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ്. നെക്സ്റ്റ് ആണ് നമ്മുടെ ഒരു ഒനിയൻ ഷെയ്ഡ് വരുന്നത്. കണ്ടോ, ഫുൾ സെയിം വർക്കില് ഡിഫറെന്റ് കളേഴ്സ് ആണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത്. മുൻപ് നമ്മള് ഫുൾ ഫ്ലോറൽ ആയിട്ടുള്ള കത്താൻസ് കാണിച്ചായിരുന്നു. ജോർജറ്റിൽ നമുക്ക് കത്താൻ വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് നല്ല സോഫ്റ്റ് ഒരു മെറ്റീരിയൽ, ഒരു ഫാബ്രിക് ആണ്. ഇത് നേവി ബ്ലൂ ഷെയ്ഡ് ആണ്. നെക്സ്റ്റ് ഇപ്പോഴത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് മസ്റ്റർഡ് യെല്ലോ, നമ്മുടെ 298 സാരീസിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഇതേപോലത്തെ മസ്റ്റർഡ് യെല്ലോയും ചെറിയ ഗ്രീനിഷ് യെല്ലോസ് ഒക്കെ നമുക്ക് ഒരുപാട് പെട്ടെന്ന് മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. നെക്സ്റ്റ് വന്നിട്ട് ഒരു മജന്ത റെഡ് ആണ് ഇതിൽ കൂടുതൽ നിൽക്കുന്നത്. നല്ലൊരു മജന്ത റെഡ് ആണ് കോമ്പിനേഷൻ കേട്ടോ. കുറച്ച് റെയർ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു മിക്സ് കളേഴ്സ് ആണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുണ്ടാവും, നല്ല എലഗന്റ് ആയിരിക്കും. ഈ സാരി വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് ജുവൽസിന്റെ ഒന്നും ആവശ്യമില്ല. അത്രയ്ക്കും നമ്മള് നമ്മളൊരു ഫുൾഫിൽനെസ് കിട്ടുന്ന ഒരു കംപ്ലീറ്റ് ആവുന്ന ഒരു ഫാബ്രിക് ആണ് എന്ന് എനിക്ക് തോന്നണേ. നല്ല ഭംഗിയുള്ള ഒരു ഒണിയൻ ഷെയ്ഡാട്ടോ. ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയാം, ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ജുവൽസിന്റെ ആവശ്യമില്ല. കണ്ടാ, ഇപ്പൊ ഞാനൊരു ചെറിയൊരു ഇയറിംഗ് ആയിട്ടിരിക്കണം, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും. കോൺട്രാസ്റ്റ് വരുമ്പോഴും നല്ല ബ്യൂട്ടി ഉണ്ട്. കണ്ടില്ലേ, ഇതിപ്പോ സെയിം ആണെങ്കിൽ ഈ ഒരു കളറാണ് വരിക നമുക്ക് ബ്ലൗസ്. പക്ഷെ അതിനൊന്നും നമുക്ക് കോൺട്രാസ്റ്റ് ആയാലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. വൺ ലെയർ ഇറങ്ങണം കേട്ടോ. കണ്ടോ, ഇതേപോലെ വൺ ലെയർ തന്നെ ഇടണം. ശരിക്കും ഞാൻ ഈ ഒരു സാരി ഇങ്ങനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിന്റെ ഒരു ഹിസ്റ്റോറി നമ്മൾ നോക്കിയായിരുന്നു. അപ്പൊ ആ ഒരു ഹിസ്റ്റോറിക്കലിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കൂടുതലും ഇങ്ങനെ മുഗൾ ഇറയില്, ഇത് ശരിക്കും പേർഷ്യന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ മുഗൾ ഇറയിലാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് ഈ ഒരു ഫാബ്രിക് വന്നത്. ആ ഒരു സമയത്ത് അന്ന് ആ ഒരു ഇന്ത്യൻ അരിസ്റ്റോക്രസിയിൽ ഉണ്ടായിരുന്ന വിമനൊക്കെ വെയർ ചെയ്തിരുന്ന ഒരു ഫാബ്രിക്, ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു ഗാർമെന്റ് ആണ് ഈ കത്താൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ആ ഒരു പിക്ചേഴ്സ് ഒക്കെ നമ്മുടെ മൈൻഡിൽ പോവും ശരിക്കും ഈ സാരി, ഈ ഒരു ഫാബ്രിക് കാണുമ്പോ. ഇപ്പൊ വെയർ ചെയ്ത് നമ്മളിങ്ങനെ നോക്കുമ്പോഴും ശരിയാണ്. കാരണം ഇത് ഒരുപാട് കനവും ഇല്ല, കണ്ടോ, വെയിറ്റ് ഒന്നും ഇല്ല. നമുക്ക് ആകെ ഒരു വെയിറ്റ് തോന്നാൻ നമുക്ക് പ്ലീറ്റ് എടുക്കുന്ന ഒരു ടൈമിലായിരിക്കും.
അത് പക്ഷെ കുഴപ്പമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നല്ലൊരു കുഴഞ്ഞു കിടക്കുന്ന ഒരു ബോഡി ഹഗ്ഗിങ് ഫീൽ ഉള്ള ഒരു ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നല്ല സുഖമായിരിക്കും. സോ ദിസ് ഈസ് ഒനിയൻ. മസ്റ്റർഡ് യെല്ലോ നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്ക് ഈ ഒരു മജന്ത ഷെയ്ഡ് ഒന്ന് വെച്ച് നോക്കണമെന്നുണ്ട്. അപ്പൊ നോക്കട്ടെ. ആ മജന്ത നല്ല ഭംഗിയുണ്ട്. ഇതിന് ഈ ടാസ്ലിങ്സ് ഉള്ളത് കൊണ്ട് നമുക്കിപ്പോ വേറെ ഒന്നും ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിനി നല്ലൊരു ഹെവി ബ്ലൗസോ അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസോ വെയർ ചെയ്താലും അത് നന്നായിരിക്കും. നേവി ബ്ലൂ എക്സാക്ട് ആ കളർ കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, നേവി ബ്ലൂ ഷെയ്ഡാണ്. ഇനി ഒരു പീകോക്ക് ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ വെക്കാം. കണ്ടോ, ഇതൊരു ഗ്രീനിഷ് ആയിട്ടായിരിക്കും ചിലപ്പോ കാണുന്നുണ്ടാവുക, ആണോ? പക്ഷെ ഇതൊരു പീകോക്ക് ഗ്രീൻ, പീകോക്ക് ഗ്രീൻ ബ്ലൂ മിക്സ് പോലെയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 1725 ആണ്, 1725 രൂപ. ഈ കത്താൻ സിൽക്ക് സെയിം തന്നെയാണ്, പക്ഷെ ഇത് കുറച്ചും കൂടി ഒരു ക്രഷ്ഡ് പോലത്തെ ഒരു ഫാബ്രിക്കും ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 2960 ആണ്. അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒക്കെ ഫാബ്രിക് ആവശ്യമുണ്ട്, ഇങ്ങനെ സെമി ടൈപ്പിൽ കത്താൻ സിൽക്ക് സാരി നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.